Yeah, I'm calling from Coimbatore Nagar. There's an emergency trip to Kannur. Yeah, yes, next to the market. From there? Yes, and then take left. You'll reach a junction, okay? Once you reach there, just give me a call, okay? Yeah. ഇന്ദിരേച്ചി, ദിനേശേട്ടൻ പോയി അമ്മു. അമ്മു നന്ദു, എനിക്ക് തുളച്ചേട്ടാ പുറത്തേക്ക് വാ. പുറത്തേക്ക് വാ. വാ. വാ, വേഗം വാന്ന്. എന്നാ വിളിച്ചേട്ടാ? നമ്മുടെ ആൾക്കാരല്ല ഒളിവിലാന്ന്. നീയും കുറച്ച് ദിവസം തുരുത്തി പൊളിച്ചേക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ എന്തിനെ കണ്ട്? നീ ആ കാര്യപ്പള്ളി തന്നെ വിളിച്ചനാ? വിളിച്ചിന്. നീ ഓൻ അവസാനം വിളിച്ചിനി. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇപ്പൊ സ്റ്റേഷൻ നീട്ടി വരാം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇവിടുന്ന് ഞാൻ മാറിക്കൂല. ഡാ, അതെല്ലാം പിന്നല്ലേ തെളിയിക്കാനാവുമല്ലോ. പിടിക്കപ്പെട്ട 3 മാസം അകത്ത് ഇറക്കേണ്ടി വരും. പിന്നെ ഇളയപ്പനോട് അച്ഛൻ പറഞ്ഞോളൂ. ഇവാ. ഡാ, അതൊന്നും നീ പോണാക്കല്ല. പോലീസ് ട്രേസ് ചെയ്യും. ഇവാ. ഞായറാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. സഖാവൂടെ പങ്കെടുക്കണം. എനിക്ക് വരാൻ കഴിയില്ല. അവിടെ വന്നാൽ ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിർബന്ധിക്കുന്നില്ല. പക്ഷേ സഖാവ് ദിനേശൻ്റെ അഭാവത്തിൽ സഖാവ് രാധിക പാർട്ടീൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കണമെന്നാണ് പാർട്ടീൻ്റെ തീരുമാനം. ദിനേശേട്ടൻ പാർട്ടിയിൽ വഹിച്ചിരുന്ന ചുമതലകൾ എന്നെപ്പോലൊരു പെണ്ണിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദയവായി എന്നെ ഒഴിവാക്കണം.
എനിക്കൊരു മോനുണ്ട്. എനിക്കൊരു ജോലിയുള്ളതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയും വളർത്തും. ഞാൻ പോട്ടെ. ഓൻ്റെ കൈ ശരിയല്ല. എന്തോ എന്നാ പിന്നെ നീ ഇട്. ആരും കുറെ ആൾ ചെയ്യറാ. നീ എത്ര കാലം ഒന്നും വെച്ചിട്ടാ ഇവിടെ എങ്ങനെ മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യമൊക്കെ വക്കീലിനോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ ആ ബാലകൃഷ്ണൻ വക്കീലിൻ്റെ ഇടയ്ക്ക് ബാ, ഞാൻ അവിടെ ഉണ്ടാവും. നീ എന്നെ അക്കരാക്കിയിട്ട് ഓനും കുട്ടിയോടെ ബാ. പോയിട്ട് വരാം. ഇന്നത്തെ ദിവസം പോക്കാം. നന്ദു, ആയിച്ചി വാ. എന്നാ ചേച്ചി? ഇങ്ങോട്ട് വാ. വക്കീല് പറയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിടികൊടുക്കാൻ. പക്ഷെ മോനെ, നീ ചെയ്തേക്കരുത്. ഉപേന്ദ്രേട്ടനെ പോലെ നിന്നെ ലിസ്റ്റ് പെടുത്താനുള്ള പരിപാടിയാണ്. ഞാൻ പറയാണ്ട് തന്നെ എനിക്കറിയാലോ ഒരു പ്രാവശ്യം കേസ് പെട്ടാൽ എന്താ ഉണ്ടാവുകയെന്ന്. എൻ്റെ അമ്മോനും ഉണ്ണിയേട്ടനും കൂടി ഇന്നലെ മാഷ കാണാൻ വന്നിന്. അവർ തമ്മിൽ പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. ഓന് നാട് വന്നിട്ടുണ്ടല്ല, എന്തെല്ലാം കച്ചറ ഉണ്ടാക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മുട്ടേന്ന് വിരിഞ്ഞ കാലം തൊട്ട് ഓനെ കാണുന്നതല്ലേ. ഓൻ നമ്മുടെ കൂടെ നടന്ന ചെക്കനല്ലേ. വന്ന് ആ ചെക്കൻ ഇപ്പം നമ്മുടെ ഒപ്പരാന്നോ മാർക്സിസ്റ്റുകാരുടെ ഒപ്പരാന്നോ തിരിയാണ്ടായി പോയിനി. കൂടെ നിർത്തണം. ആനന്ദിനെ പോലത്തെ ചെറുപ്പക്കാരുടെ പഠിപ്പും ആത്മാർത്ഥതയല്ലാന്ന് നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഭാവി. ഏതായാലും നന്ദു പോയിട്ട് പോലീസിന് പിടികൊടുക്കട്ടെ. നമ്മുടെ പ്രവർത്തകരും പ്രവർത്തനമെല്ലാം ആവുമ്പോഴത്തേക്കും ഓന് കുറച്ച് മാറ്റം ഉണ്ടാവും. അതിന് ഓനല്ലല്ലോ, ജഗദീശനല്ലേ. ഓ എന്താ ഗോയിന്നേട്ടാ, ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിരടാ. ആ ജഗനാണ് നിന്റെ കേസിന് ബലം കൂടും. നന്ദു ആകുമ്പോൾ കേസ് തള്ളിപ്പോവും. ഒരു കുഴപ്പം വരില്ല. നന്ദുവിൻ്റെ അച്ഛനോട് ഞാൻ എന്നാ പറയാ, പിന്നെ വാത്സല്യം കൊണ്ട് അന്ധനായി പോറ്. 1970 കങ്കനാടിയിൽ നിന്ന് പാക്കും തൂക്കി ഈട വരുമ്പോൾ എനക്കുണ്ടായിരുന്നുള്ളൂ ഒരമ്മ. ക്ലായിക്കോട്ടമ്പലത്തിൻ്റെ മുമ്പിൽ ആലിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഞാൻ നിനക്ക് ദണ്ഡ എടുത്ത് തരുമ്പോൾ അന്ന് നിനക്ക് എത്രയോ വയസ്സ്? 5 or 6 ആയിട്ടുണ്ടാവും. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം സഹിച്ചു. അങ്ങനെയല്ല അല്ലേപ്പാ നമ്മൾ ഈ നിലയിലെത്തിയത്. കോയന്നിട്ട് പോയിട്ട് ഓനോട് വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറ. ലീഗൽ പോയിന്റ്സൊക്കെ ബാലകൃഷ്ണ വക്കീൽ പറഞ്ഞു കൊടുക്കും.